ഈ ക്വാറന്റൈൻ ടൈമിൽ നിങ്ങളും ഞാനും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു വേൾഡ് ഓഫ് സൈറാസ്. ടിപ്പ് നമ്പർ 1, മാക്സിമം ടൈം നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഫ്രീ ടൈമുണ്ട്. സോ നിങ്ങൾ വീട്ടിലുള്ളവരുമായിട്ട്, അത് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കാം, ഇൻലോസ് ഉള്ളവരാണെങ്കിൽ അവരോട്, വീട്ടിലെ കുട്ടികളോട് എല്ലാവരോടും മാക്സിമം സമയം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള ചെറിയ ചെറിയ കൊച്ചു പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. ഓപ്പണായി സംസാരിക്കാൻ പറ്റും. ബിക്കോസ് നമ്മളുടെ എല്ലാ മൈൻഡ് നല്ല ഫ്രീ ആണിപ്പോൾ. പിന്നെ കുട്ടികളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അവരുടെ മനസ്സ്, ഇപ്പം കുട്ടികളൊക്കെ വളരുന്ന പ്രായത്തിലുള്ളവരാണെങ്കിൽ അവരുടെ ആ ഓരോ സ്റ്റേജിലെയും ഓരോ ഡെവലപ്മെൻറ്റ്സൊക്കെ മനസ്സിലാക്കി, അതുപോലെ ഇൻലോസ് ഒക്കെ ആണെങ്കിൽ അവരോടും അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പാരൻസിനോടാണ് അവരുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെ എല്ലാ വിധത്തിലും നമ്മൾ മാക്സിമം സമയം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 2, പിന്നെയുള്ള നമ്മുടെ കുറച്ച് സമയങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ റിലേറ്റീവ്സ്, കസിൻസ്, അവരോടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ടൈം നമുക്ക് നമ്മുടെ ഫാമിലി ഒരു റീബോൺ ചെയ്യാനുള്ള ടൈമാണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്നവരല്ലാണ്ട് നമ്മുടെ കൂടെ പഠിച്ചവർ, അല്ലെങ്കിൽ നാട്ടിലുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ വീക്കിലിയൊക്കെ കാണുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ. അപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാക്സിമം ടൈം ചാറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ ജസ്റ്റ് വൺസിനെ വല്ലൊന്ന് വിളിച്ച് അവരുടെ വിശേഷങ്ങൾ തിരക്കുക. സ്പെൻഡ് ടൈം ഫോർ പ്രോപ്പർ സ്ലീപ്പ്. കാരണം ഇപ്പോൾ ഒരു ക്വാറന്റൈൻ ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ലേറ്റ് നൈറ്റ് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് രാവിലെ കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, ലേറ്റ് നൈറ്റ് നമ്മളിപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യും, എന്നാലും രാവിലെ ഒന്ന് പ്രോപ്പറായിട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുക. അതോടുകൂടി 7.5 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ മാക്സിമം നിങ്ങൾ ഉറങ്ങിയെന്നും ഉറപ്പ് വരുത്തണം. ബിക്കോസ് ഈ ഒരു ക്വാറന്റൈൻ ടൈം കഴിയുമ്പോൾ നമ്മളൊക്കെ ഒരു ബിസി സ്കെഡ്യൂളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യത്തോടുകൂടി ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഉറക്കം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും വേറെ പ്രശ്നങ്ങളിലേക്ക് ഇതാകും. അതുകൊണ്ട് തന്നെ ഉറക്കം പ്രോപ്പറാണ്. അതുപോലെ കുട്ടികളെ ആണെങ്കിലും ആ ഒരു പ്രോപ്പർ ടൈമിൽ ഉറക്കാനായിട്ട് നിങ്ങൾ വീട്ടിലുള്ള പാരൻസ് ശ്രമിക്കാം. സ്പെൻഡ് ടൈം ഫോർ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ്. എന്നെപ്പോലുള്ള ഒരു ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്കൊന്നും എപ്പോഴും അങ്ങനെ ഒരു കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഒന്നും നടത്താനായിട്ടൊന്നും പറ്റില്ല, അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഡിഷസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എപ്പോഴും ഒരു ടൈമിൽ അങ്ങ് ടൈം പീരീഡിൽ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്, ലഞ്ച് ഇന്നത്, ഡിന്നർ, ആ ഒരു ഇതിലേ പോരുള്ളൂ. പക്ഷെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ സാധിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ഹസ്ബൻഡിനോ കുട്ടികൾക്കോ ഒക്കെ അത് കൊടുക്കാൻ സാധിക്കണമെന്നില്ല. ബിക്കോസ് അവർ ഡ്യൂട്ടിക്ക് പോകും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാവും. അപ്പം ഈ ഒരു ടൈമിൽ എല്ലാവർക്കും കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ പറ്റിയ ടൈം. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിനുവേണ്ടി സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തൊന്നും പോരുത്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഈ ഒരു ടൈമിൽ നമുക്കൊക്കെ സാധനത്തിൻ്റെ ലഭ്യത വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ചിലവ് കുറച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് കുക്കിങ്ങും പരീക്ഷണങ്ങളൊക്കെ പരീക്ഷിച്ച് വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക. ഹസ്ബൻഡിനും കുട്ടികൾക്കും പാരൻസിനും ഒക്കെ കൊടുത്ത് അവരെയും സന്തോഷിപ്പിക്കുക. സോ സ്പെൻഡ് ടൈം ഫോർ ഇൻറ്റീരിയർ ഡെക്കോർ. ആദ്യം നമ്മുടെ വീടൊക്കെ ഇപ്പം നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓരോ മുറികളായിട്ടും ഓരോരോ ഭാഗങ്ങളായിട്ടും നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുള്ളൊരു സമയമാണ്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീട്ടിനെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് വേണം. ബിക്കോസ് വലിയ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ നീക്കാനായിട്ട് ഇപ്പം അവരും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആണ്. സോ എല്ലാവർക്കും ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഡെക്കോർസ്, ഇൻറ്റീരിയേഴ്സ് ഒക്കെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് അടുക്കി പെറുക്കി ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വീടിനൊരു ഫ്രഷ് ലുക്ക് ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു ടൈമും കൂടിയാണിത്. സ്പെൻഡ് ടൈം ഫോർ ഗാർഡനിങ്. വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ ഇൻഡോർ ഗാർഡനിങ്ങേ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബാൽക്കണിയിലുള്ള ചെറിയ ഗാർഡനിങ്ങേ പറ്റുള്ളൂ. ഇവിടെയൊക്കെ എനിക്കൊന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ട്, ഇപ്പം നാട്ടിലുള്ളവർക്കൊക്കെ മുറ്റത്തൊക്കെ നന്നായി ഗാർഡനിങ് ചെയ്യാൻ പറ്റും. സോ അവിടെ പൂക്കളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, അങ്ങനെ മാക്സിമം സമയം നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഇൻഡോർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടുള്ളതാണ് മൈക്രോ ഗ്രീൻസിൻ്റെ ഒരു ഇത്. അതൊക്കെ മാക്സിമം എല്ലാവരും ചെയ്ത് നമുക്കൊരു അത് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടാകും. സോ എല്ലാവരും കുറച്ച് സമയമെങ്കിലും ഗാർഡനിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക. സ്പെൻഡ് ടൈം ഫോർ ക്രാഫ്റ്റ് വർക്ക്സ്
ഓർ എക്സ്ട്രാ ഹോബീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഈ ക്രാഫ്റ്റ് വർക്ക്സിന് ഭയങ്കരമായിട്ടും ഒരു ഇത് ത്രില്ലുണ്ടാവും. വീട്ടിൽ കിടക്കുന്ന എന്ത് സാധനങ്ങൾ കൊണ്ടായിട്ടാലും ഡിസ്പോസിബിൾ ഐറ്റംസ് കൊണ്ട് ചിലവരുണ്ടാക്കുന്ന കാണാം. ഞാനിപ്പോൾ ഇവിടെ പല ഗ്രൂപ്പ്സിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അപ്പം അങ്ങനെ കഴിവുള്ളവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കഴിവുള്ളവർ അവരുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക, ഫേസ്ബുക്കിൽ കൂടിയോ യൂട്യൂബിൽ കൂടിയൊക്കെ അവർക്കും പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ എക്സ്ട്രാ ഹോബീസ്, ഡ്രോയിങ്, പാട്ട് പാടാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ വേറെ എന്ത് ഹോബീസ്, റീഡിങ്, എന്ത് ഹോബീസും ആയിക്കോട്ടെ, അതിനൊക്കെ വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ചിലവഴിക്കാൻ ശ്രമിക്കുക. അപ്പം സ്പെൻഡ് ടൈം ഫോർ യുവർ സെൽഫ്. കാരണം ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കുറവുകളുള്ളത്. ഇപ്പം എല്ലാവരും ഒരു 100% ഇതായിരിക്കില്ല. അപ്പം എന്ത് പോയിന്റിലാണ് നമ്മൾ വീക്ക്, അല്ലെങ്കിൽ ഇനി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്. പിന്നെ ഡയറി എഴുതാൻ ആഗ്രഹമുള്ളവരൊക്കെയാണ് പറ്റിയ സമയമാണ് ഡയറി ചെയ്യാൻ. പിന്നെ വെയിറ്റ് ലോസ് ചലഞ്ച്. ഇപ്പം നമ്മൾ വെയിറ്റ് ലോസ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റിയ സംഭവം, ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം വിറ്റാമിൻ, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയ ഫുഡ്സ് കഴിച്ചുകൊണ്ട് മാത്രമേ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാവുള്ളൂ. പിന്നെ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻബോൺ കഴിവുകളുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടെയോ ഇൻസ്റ്റഗ്രാമിൽ കൂടെയൊക്കെ അതൊക്കെ മാക്സിമം നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്പെൻഡ് ടൈം ഫോർ യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം. അതായത് ചിലർക്ക് നന്നായി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടാവും. അപ്പം പകുതി വെടിച്ച് പഠിത്തം നിർത്തേണ്ടി വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ സ്വപ്നം, അതിനു വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അത് ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ആയിക്കോട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എന്ത് സ്വപ്നമാണെങ്കിലും അതിനുള്ള പ്ലാനിങ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇപ്പം പ്ലാനിങ് ഒക്കെ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്വാറന്റൈൻ ടൈം കഴിയും. അപ്പം നമുക്ക് അതിലേക്ക് പോകാനായിട്ട് വളരെ എളുപ്പം. ബിക്കോസ് നമ്മൾ പ്ലാനിങ്ങിലെല്ലാം ഓൾറെഡി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം സമയം നമ്മളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നല്ല നല്ല സിനിമകൾ കാണുക, പാട്ട് കേൾക്കുക, ഗെയിംസ് കളിക്കുക. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിൽ നിന്ന് നല്ല നല്ല പാട്ട്, സിനിമകളൊക്കെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ഗെയിംസ് കളിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുട്ടികളൊക്കെ കാർട്ടൂൺ കാണുന്ന പോലെ ഇപ്പം നമ്മൾക്ക് ഒരുപാട് ഗെയിംസ് അവൈലബിൾ. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചുള്ള ലൂഡോ, പബ്ജി, അങ്ങനെ ഒരുപാട് ഗെയിംസ്. അത് ഇവിടെ ഇരുന്നുകൊണ്ട് ഫ്രണ്ട്സായിട്ടും നാട്ടിലുള്ള ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ ഇപ്പോൾ കളിക്കാൻ സാധിക്കും. സോ അതിനൊക്കെ വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഹസ്ബൻഡുമായിട്ട് ഗെയിം കളിക്കുക, കുട്ടികളുമായിട്ട് കളിക്കുക, നാട്ടിലുള്ള കസിൻസായിട്ടും ഫ്രണ്ട്സായിട്ടും കളിക്കുക. അപ്പം ഒരു റിലേഷൻ നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞ ഈ 10 പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് ഡെയിലി ലൈഫിൽ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ആളുകളും ഉണ്ടാകാം. അതല്ലാതെ ഉള്ളവർക്ക് ഈ ഒരു ക്വാറന്റൈൻ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ 10 പോയിന്റ്സ് ആണ്. പിന്നെ നമ്മൾ ഇതിലൊക്കെ ഉപരിയായിട്ട് ശരിക്കും ആദ്യം നമ്മൾ പറയേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ മാക്സിമം നമ്മുടെ ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അത് ഏത് മതവുമായിക്കോട്ടെ. അപ്പോൾ ഫുൾ ടൈം പ്രാർത്ഥിക്കണം എന്നല്ല, പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ പ്രോപ്പറായി പ്രാർത്ഥിക്കുക. എപ്പോഴും മനസ്സിലൊരു പ്രാർത്ഥനയോടുകൂടി നീങ്ങാൻ ശ്രമിക്കുക. ബിക്കോസ് ഇപ്പോൾ ലോകത്തിലൊക്കെ എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. സോ നമ്മൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം പ്രാർത്ഥിക്കുക. ആ ഒരു പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ മാക്സിമം സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വ്യക്തി ശുചിത്വം പാലിക്കാൻ ശ്രമിക്കുക. കൈകളൊക്കെ എപ്പോഴും നന്നായി വാഷ് ചെയ്ത്, പിന്നെ കൈയും വായും മുഖമൊക്കെ നന്നായി, ഒന്നെങ്കിൽ ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ, പുറത്തൊന്നും പോകാത്തവരാണെങ്കിൽ വീട്ടിലുള്ള വെള്ളവും സോപ്പും ഒക്കെ ഉപയോഗിച്ച് നന്നായി കൈകളും ഒക്കെ വാഷ് ചെയ്യുക. വീട്ടിലുള്ള കുട്ടികളെയും അതുപോലെ അസുഖമായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ശുചിത്വം നിങ്ങൾ നന്നായി പ്രോപ്പറായിട്ട് നോക്കണം. ബിക്കോസ് ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. അതുപോലെ പുറത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്ഇൻഫെക്റ്റേഴ്സ് അടിച്ചിട്ട് ആ കവറൊക്കെ ക്ലീൻ ചെയ്യുക, അല്ലെ വീടിൻ്റെ ഡോറ് ക്ലീൻ ചെയ്യുക. അങ്ങനെ എല്ലാത്തിലും നിങ്ങളൊരു ശുചിത്വം മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു ടൈമാണിത്. പിന്നെ ഒന്നുകൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഒന്നും അല്ലെങ്കിൽ കുറച്ച് യോഗ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെറുതായിട്ട് എക്സസൈസ് ചെയ്യുക, സിറ്റപ്സ് ഒക്കെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീടിന് ചുറ്റും ഒരു 10 പ്രാവശ്യം നടക്കുക. കാരണം എക്സസൈസ് മസ്റ്റാണ് നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള എക്സസൈസ് എല്ലാ പ്രായക്കാർക്കും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ മാക്സിമം നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു വ്യായാമം കൊടുക്കാൻ ശ്രമിക്കുക.
നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലോകത്തിലുള്ള എല്ലാവർക്കും നന്മകൾ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു മാറാവ്യാധികളൊക്കെ മാറി എല്ലാവരും പഴയ പോലെ അടിപൊളിയായിട്ട് ഒന്നും കൂടെ നന്നായി പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുക, സന്തോഷത്തോടുകൂടി മാക്സിമം ടൈം എൻ്റർടൈൻ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബൈ ബൈ.